ഫ്രണ്ട്സ്, എന്തൊക്കെ ചെയ്തിട്ട് പോലും ബ്രേക്ക്ഔട്ട് റേറ്റ്സ് സക്സസ്ഫുൾ ആകുന്നില്ലേ? ബ്രേക്ക്ഔട്ട്സിൻ്റെ ആ സക്സസ് പ്രോബിലിറ്റി വളരെ വളരെ കുറവാണെങ്കിൽ മനസ്സിലാക്കണം, ഏതാനും ക്രിട്ടിക്കൽ ഇൻപുട്സ് താങ്കൾക്ക് മിസ്സാവുന്നുണ്ടെന്ന്. ഈ വീഡിയോ ആ ഇൻപുട്സിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഒരു പക്ഷേ ഈ വീഡിയോ താങ്കളുടെ ആ ബ്രേക്ക്ഔട്ട് എന്നുള്ള കൺസെപ്റ്റിൽ ചെയ്ത വീഡിയോ ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ബ്രേക്ക്ഔട്ട് എന്ന കൺസെപ്റ്റിലാണ്. കാര്യം ഹിറ്റായി കഴിഞ്ഞാൽ ഹ്യൂജായിട്ട് പ്രോഫിറ്റ് കിട്ടും, പക്ഷേ മിസ്സായാൽ അതേപോലെ സ്റ്റോപ്പ് ലോസും ഹ്യൂജായിട്ട് പോവുകയും ചെയ്യും. അത് വേറെ ഫാക്ടറാണ്. ഞാൻ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡർ അല്ല, ഞാനൊരു കോൺട്രാക്ഷൻ ട്രേഡറാണ്. കാര്യം എന്നെ സംബന്ധിച്ച് എപ്പോഴും എൻ്റെ സ്റ്റോപ്പ് ലോസ് 1.5% താഴെയേ ഉള്ളൂ. 1%, 0.5%, 0.7% ഇങ്ങനെയൊക്കെ ലെവലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ട്രേഡിംഗ് സിസ്റ്റത്തിലാണ്. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് 1 to 5 ഡേയ്സിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞെടുത്തു, 1 to 5 ഡേയ്സിൽ പല സ്റ്റോക്കുകളും 15, 20, 30% റിട്ടേൺ കൊടുക്കും. ഈ സ്റ്റോക്കിലൊക്കെ ഒരു കെമിസ്ട്രി ഉണ്ട്. ഈ കെമിസ്ട്രിയുടെ പുറത്താണ് എൻ്റെ കംപ്ലീറ്റ് ട്രേഡ്സ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കോൺട്രാക്ഷൻ ട്രേഡറാണ്, ഞാൻ ബ്രേക്ക്ഔട്ട് ട്രേഡറല്ല. എന്നാൽ പോലും എനിക്ക് ബ്രേക്ക്ഔട്ട് ട്രേഡിങ്ങിൽ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്താൽ താങ്കൾക്കത് ഒരു നന്മയാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇനി നമുക്ക് ബ്രേക്ക്ഔട്ട് ട്രേഡിനെ കുറിച്ച്, അതിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ച്, നമുക്ക് എന്തെല്ലാം സാഹചര്യത്തിൽ ബ്രേക്ക്ഔട്ട് ട്രേഡ് അവോയ്ഡ് ചെയ്യണതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. 2 ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, ഇത് ബേസിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ ഇൻഡിക്കേറ്റർ അല്ല. ഇത് SVP/HD എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ്. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് റിലേറ്റീവ് വോളിയം എന്നുള്ള ഇൻഡിക്കേറ്ററാണ്. ഈ 2 ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, സാധാരണ കേസിൽ എങ്ങനെയാണ് ഒരു ബ്രേക്ക്ഔട്ട് എടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. പഴയ ചാർട്ടാണ്, കഴിഞ്ഞ നവംബറിൽ ചാർട്ടിലാണ് ചെയ്തിരിക്കുന്നത്. സെയിം ചാർട്ട് 2 പ്രാവശ്യം 2 ടൈപ്പായിട്ടുള്ള ബ്രേക്ക്ഔട്ട് ട്രെയിനിനെ കുറിച്ച് അതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ വീഡിയോ താങ്കളുടെ ഇൻപുട്സിലേക്ക്, താങ്കളുടെ ലേണിങ്ങിലേക്ക് തീർച്ചയായും സഹായിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾ ബ്രേക്ക്ഔട്ടിനെ ലിമിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടത്? ഒന്ന്, ഇൻഡെക്സ് ബെയറിഷ് ആയിട്ട് മാറുന്ന സമയത്ത്. അപ്പോൾ നാച്ചുറലി സ്റ്റോക്സും സെക്ടേഴ്സും ഒക്കെ പ്രഷറിലായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, when index is far away from moving average, thereby developing the chance of a mean reversion. ഇൻഡെക്സ് ഒരു പരിധി കൂടുതൽ കയറി കഴിയുമ്പം ഇൻഡെക്സ് മൂവിങ് ആവറേജ്, ക്രിട്ടിക്കൽ മൂവിങ് ആവറേജിൽ നിന്നും maybe EMA 10 ആകാം, maybe EMA 21 ആകാം, ഇവിടെ നിന്നൊക്കെ ഫാർ അവേ മാറിക്കഴിയുമ്പം അവിടെ മീൻ റിവേഴ്സിലുള്ള സാധ്യതകളാണ് വർദ്ധിപ്പിക്കുന്നത്. മീൻ റിവേഴ്സിൽ 2 കാര്യങ്ങൾ നടക്കാം. ഒന്നിൽ ഇൻഡെക്സ് അവിടെ സ്റ്റേ ചെയ്തിട്ട്, അവിടെ ഇൻഡെക്സ് സസ്റ്റെയിൻ ചെയ്തിട്ട് മൂവിങ് ആവറേജ് നേരെ മേടിക്കറി ഇൻഡെക്സുമായിട്ട് ടച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡെക്സ് ഒരു ചെറിയ പ്രൈസ് കറക്ഷൻ വരുത്തി താഴെ വന്നിട്ട് മൂവിങ് ആവറേജായിട്ട് ടച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കേസുകൾ. മൂന്നാമത്തെ കാര്യം, സെക്ടർ ബെയറിഷ് ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സ്റ്റോക്കിൻ്റെ സെക്ടർ ബെയറിഷ് ആണെങ്കിൽ സെക്ടറിൻ്റെ സ്ട്രെങ്ത് വലിയ ഫാക്ടറാണ് നമ്മുടെ സ്റ്റോക്കിന് ബ്രേക്ക്ഔട്ട് കൊടുക്കാനായിട്ട്. സെക്ടർ ബെയറിഷ് ആകുമ്പം ആക്ച്വലി നമ്മുടെ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. നാലാമത്തെ കാര്യം, നമ്മുടെ സ്റ്റോക്ക് ഓവർ എക്സ്റ്റെൻഡഡ് ആകുമ്പോൾ, വല്ലാതെ എക്സ്റ്റൻഷനായി, അല്ലെങ്കിൽ സ്റ്റോക്ക് മോർ ദാൻ 40-50% മേളിൽ ഒരു മാസം 1.5 മാസം കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെയുള്ള ഓരോ ബ്രേക്ക്ഔട്ട്സും ട്രാപ്പ് ആകാനുള്ള സാധ്യതകൾ വല്ല കൂടുതലാണ്. അടുത്തത്, ജനറലി വീക്കായിട്ടുള്ള സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകൾക്ക് ബ്രേക്ക്ഔട്ട് കൊടുത്ത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അടുത്തത്, നമ്മൾ ബ്രേക്ക്ഔട്ട് എടുക്കുമ്പം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് എക്സ്ട്രീമിൽ പവർഫുൾ ആണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് അവിടെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അതും ബ്രേക്ക്ഔട്ട് ഫെയിൽ ആകാനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത്. അടുത്ത പോയിന്റ്, റിലേറ്റീവ് വോളിയം വീക്കാകും. എന്താണ് റിലേറ്റീവ് വോളിയം? ഞാൻ റിലേറ്റീവ് വോളിയത്തിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്, താങ്കൾ നോക്കി മനസ്സിലാക്കുക. അടുത്തത്, ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രഷറിലാകുമ്പോൾ, ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രഷർ ആകുന്നപ്പോഴാണ് യുദ്ധം കൊണ്ട്, അല്ലെങ്കിൽ US മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ചിലാകുമ്പം പല ഫാക്ടേഴ്സ് കൊണ്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രഷറിലാകാം. ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമായിട്ട് മാറിയിരിക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനത്തെ കേസസിൽ. പിന്നെ ഡോളറിൻ്റെ സ്ട്രെൻഡ് ചെയ്യുമ്പം ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ക്രൂഡാണ്. ഡോളർ കയറുമ്പം ആക്ച്വലി നമ്മുടെ ബാലൻസ് പേയ്മെൻറ്റിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഡോളർ ഇൻട്രസ്റ്റ് ട്രെൻഡ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോളർ എഫക്റ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നെങ്കിൽ, ദാറ്റ് മീൻസ് ഡോളർ കയറുന്നുണ്ട് നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റിനെ ബാധിക്കാൻ സാധ്യതകളാണെങ്കിൽ, പ്രോഫിറ്റ് താഴെ പോകാൻ സാധ്യതകളാണെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ തിരിച്ച് ഡോളർ കയറുന്നതനുസരിച്ച് പ്രോഫിറ്റ് കൂടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ട്രെൻഡിലാണെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ
കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതൊക്കെ പ്രോബിലിറ്റി ആണെന്ന് നമ്മൾ സംസാരിക്കുന്നത്. പ്രോബിലിറ്റി വെച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. അടുത്ത പോയിന്റ്, ക്രൂഡ് ഓയിൽ പ്രൈസ് ഹ്യൂജ്ലി വോളറ്റൈൽ ആകുമ്പോൾ ദാറ്റ് മീൻസ് അപ്സൈഡ് ആണ് കയറി പോകുന്നെങ്കിൽ നാച്ചുറലി ഓവറോൾ മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും കേസസ് നമ്മൾ നമ്മുടെ ബ്രേക്ക് ഔട്ട്സിനെ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ ലുമാക്സ് ഇൻഡസ്ട്രീസിൻ്റെ പഴയ ചാർട്ടാണ്. ചാർട്ട് എന്ന് വെച്ചാൽ നവംബർ 25 ചാർട്ടാണ്. അന്നാണ് ബ്രേക്ക് ഔട്ട് വന്നത്. ഞാൻ ഈ ചാർട്ട് എടുത്ത് നിങ്ങളെ രണ്ട് ക്രിട്ടിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ പറ്റ് SVP/HT എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. SVP/HT എവിടെയാണ് എടുക്കാൻ പറ്റുന്നത്? ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക, SVP എന്ന് ടൈപ്പ് ചെയ്യുക, സെഷൻ വോളിയം പ്രൊഫൈൽ SD കിട്ടും. ഈ സാധനം നമ്മൾ ക്ലിക്ക് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പം ബ്രേക്ക് ഔട്ട് നടന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ് ബ്രേക്ക് ഔട്ട് നടന്നത്. അപ്പം നമ്മൾ അന്ന് രാവിലെ മോർണിംഗ് കോൺട്രാക്ഷൻ്റെ അൾട്ടിമേറ്റ് ലെവലാണ്. ആ കോൺട്രാക്ഷൻ അൾട്ടിമേറ്റ് ലെവലിൽ വോളിയം കൂടെ പക്ക കോൺട്രാക്റ്റഡായി നമ്മൾ ഈ സ്റ്റോക്കിനെ ഫോളോ ചെയ്യുന്ന സ്റ്റോക്കാണെന്ന് വിചാരിക്കുക. ബ്ലൈൻഡായിട്ട് സ്റ്റോക്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റോക്ക് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. രാവിലെ 5 മിനിറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. 5 മിനിറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. സോ ആ ദിവസം നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മുടെ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. രാവിലെ നമ്മൾ നോക്കണം നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവൽ എന്നൊക്കെ പറയുന്നത്. നമ്മൾ നോക്കുന്നത് ഈ ലെവലിലൊക്കെ ബ്രേക്ക് ഔട്ട് ഇതുണ്ട്. ഈ ലെവലിലാണ് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് എടുത്ത് കയറിപ്പോയ ലെവൽ ഇതാണ് ശരിക്കും. ഈ ലെവലിൽ നമ്മൾ 5 മിനിറ്റ്സിലാണ്, മോർണിംഗ് 5 മിനിറ്റ്സാണ്. ഇത് 9:40 ക്യാൻഡിലാണ്, 9:40 ക്യാൻഡിലാണ്. നമ്മൾ നേരെ SVP/HT ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഈ ദിവസം അതിൻ്റെ തലേ ദിവസം എന്ന് പറയുന്നത് SVP/HT എന്ന് വെച്ചാൽ എന്താണ്? SVP/HT എന്ന് വെച്ചാൽ തലേദിവസം നടന്ന ട്രേഡിൻ്റെ 70% വാല്യൂ ഏരിയ പറയുന്ന പേരാണ്. SVP/HT വാല്യൂ ഏരിയയാണ് കാണിക്കുന്നത്. തലേ ദിവസത്തെ 70% വാല്യൂ ഏരിയയാണ് ഇത് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഡേ ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ എവിടെ നടക്കണം? വാല്യൂ ഏരിയയ്ക്ക് മേളിൽ പോകണം. എങ്കിൽ മാത്രമേ അതിന് വാലിഡിറ്റി വരുള്ളൂ. പല കേസിലും വാല്യൂ ഏരിയയ്ക്ക് മേളിൽ പോയിട്ട് താഴെ വരുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. എല്ലാം 100% കറക്റ്റ് ആണെന്ന് ഒരിക്കലും വിചാരിക്കില്ല. പക്ഷേ പ്രോബിലിറ്റി ഈസ് വെരി ഫാർ ബെറ്റർ. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തലേദിവസം വാല്യൂ ഏരിയയ്ക്ക് മേളിൽ പോയി കഴിയുമ്പോഴത്തേക്കും വോളിയം നോക്കൂ. എക്സലന്റ് വോളിയം, എക്സലന്റ് ക്യാൻഡിൽ വന്നിട്ട് ക്യാൻഡിൽ എങ്ങനെയാണ്? ക്യാൻഡിൽ നേരെ പുൾ ബാക്ക് താഴത്തേക്ക് വന്നിട്ട് പുൾ ബാക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്തു. ഇത് വലിയൊരു പ്രൈസ് ആക്ഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തലേദിവസം വാല്യൂ ഏരിയയുടെ മേളിലാണ് അടുത്ത ദിവസം ബ്രേക്ക് ഔട്ട് കൊടുത്തത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തലേദിവസം വാല്യൂ ഏരിയയുടെ മേളിൽ ബ്രേക്ക് ഔട്ട് കൊടുക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്, മസ്റ്റാണ്. തലേദിവസം വാല്യൂ ഏരിയ എന്ന് വെച്ചാൽ എന്താ? തലേ ദിവസത്തെ ട്രേഡിൻ്റെ 70% നടന്ന സോണാണിത്. അതിന് മേളിലേക്കാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അടുത്ത സംഗതി നമുക്ക് റിലേറ്റീവ് വോളിയം എന്ന് പറയും. എന്താണ് റിലേറ്റീവ് വോളിയം? ഇതാണ് റിലേറ്റീവ് വോളിയം. വോളിയം എന്ന് പറയും. ഇതിനെ പറയുന്നത് റിലേറ്റീവ് വോളിയം. ഞാനിത് 21 ഡേയ്സിലെ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. സെറ്റിങ്സ് ഞാൻ 21 ഡേയ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, റിലേറ്റീവ് വോളിയം വെച്ചാൽ കമ്പയർഡ് ടു ലാസ്റ്റ് 21 ഡേയ്സ് ഇന്നത്തെ വോളിയം ഈസ് റിലേറ്റീവ് വോളിയം വെച്ചാൽ 6.3% അപ്പാണ്. അത് കാണിക്കുന്നത് എന്താണ്? ബയർ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, എക്സലന്റ് ബ്രേക്ക് ഔട്ടിന് റിലേറ്റീവ് വോളിയം 300 മേളിൽ, എനിത്തിങ് എബോവ് 300, ചിലപ്പോൾ നമുക്ക് 3000-4000 കിട്ടും. അത് കാണിക്കുന്ന എക്സെപ്ഷണൽ ബയർ ഇൻട്രസ്റ്റിനെ കാണിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി മിനിമം 300 എങ്കിലും വേണം. ബ്രേക്ക് ഔട്ട്സ് എന്ന് പറയുന്ന സംഗതി മീനിങ് ആണെങ്കിൽ മസ്റ്റായിട്ട് 300 എങ്കിലും ഉണ്ടെങ്കിൽ മീനിങ് ആകത്തുള്ളൂ. എന്തുമാത്രം കൂടുന്നോ അത്രയും ബയർ കൺവിക്ഷനാണ് കാണിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഒരു നല്ല ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ റിലേറ്റീവ് വോളിയം 300 താഴെയാണ്, വെറും 100-120 ഒക്കെ ഉള്ളെങ്കിൽ മനസ്സിലാക്കണം ബ്രേക്ക് ഔട്ടൊക്കെ സൂപ്പറാണ്, പക്ഷേ ബയർ കൺവിക്ഷൻ കുറവാണ്. ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കഴിച്ച് റിലേറ്റീവ് വോളിയം എന്ന് വെച്ചാൽ ഫാർ ബെറ്റർ ആയിട്ട് 300 പകരം 600, 1000, 2000, 5000 ഒക്കെ കിട്ടുവാണെങ്കിൽ ബയർ കൺവിക്ഷൻ എന്തുമാത്രം കൂടുതൽ കിട്ടുന്നോ അത്രയും ബയർ കൺവിക്ഷനാണ് റിലേറ്റീവ് വോളിയം കാണിക്കുന്നത്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഡിക്കേറ്ററാണ്. ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയാണ് നല്ല ബ്രേക്ക് ഔട്ട്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പോലെ ലുമാക്സ് ഓട്ടോ ടെക്നോളജിയുടെ പഴയ ചാർട്ടാണ്. ഈ ചാർട്ട് നവംബർ മാസം 4-ാം തീയതിയിലെ ചാർട്ടാണ്, 2025. ദാറ്റ് മീൻസ് 5 മാസം മുമ്പിലത്തെ ചാർട്ടാണ്. സോ ചാർട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. സോ താഴെ നമുക്ക് സിമ്പിൾ വോളിയമാണുള്ളത്. റൈറ്റ് സൈഡിൽ വോളിയം ഡീറ്റെയിലും കിടപ്പുണ്ട്. നമുക്ക് വേണ്ട 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, സ്റ്റോക്ക് കയറിയ സമയത്ത് ഈ ഒരു സോണിൽ സ്റ്റോക്ക് സംതിങ് അറൗണ്ട് ഈ ലെവലിൽ സ്റ്റോക്ക് കയറിയ സമയത്ത് സ്റ്റോക്ക് എന്ത് റിട്ടേൺ കൊടുത്തു? ഓൺ ആൻ ആവറേജ് സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 23% റിട്ടേൺ കൊടുത്തു. ദാറ്റ്സ് ഗുഡ് ആക്ച്വലി. കയറിയ ലെവലിൽ സ്ട്രോങ് ക്യാൻഡിൽസ് ആണ്, സ്ട്രോങ് വോളിയമാണ്. ഇത് രണ്ടും ക്രിട്ടിക്കലാണ്. ഇറങ്ങിയ ലെവലിൽ വോളിയം ഇല്ല എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ലീനിയർ പുൾ ബാക്ക്. വോളിയം ഈസ് വെരി വീക്ക്. ഈ ഒരു ക്യാൻഡിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലെവലിൽ നിങ്ങളൊന്ന് നോക്കൂ, വോളിയം കോൺട്രാക്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദാറ്റ് മീൻസ് ഈ ഒരു ലെവലിൽ നിന്നും സ്റ്റോക്ക് താഴെ വന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ച എന്താ? വോളിയം കോൺട്രാക്ഷനാണ് കണ്ടത്. വോളിയം കോൺട്രാക്ഷൻ മസ്റ്റായിട്ട് വരണം നല്ല ബ്രേക്ക് ഔട്ട്സിന്. അതുപോലെ തന്നെ
2-3 ക്യാൻഡിൽ ഒഴിച്ച് ബാക്കിയുള്ള റെഡ് ക്യാൻഡിൽസ് ഒക്കെ തന്നെ കോൺട്രാക്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കംപ്ലീറ്റ് കോൺട്രാക്ട് ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. ഇത് രണ്ടും മസ്റ്റാണ് നല്ല ബ്രേക്ക്ഔട്ട്സ് കൊടുക്കാനായിട്ട്. അതാദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്കിവിടെ റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ നോട്ട് ചെയ്തിടാം. സോ ഈ ലെവൽ എന്ന് പറയുന്നത് നോക്കൂ, ഈ ലെവലിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് നേരത്തെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ ലെവലിൽ തന്നെ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? ആ ലെവൽ വാലിഡ് ആണെന്ന് അതിൻ്റെ അർത്ഥം. ആ ലെവലിൽ തന്നെ സപ്പോർട്ട് എടുത്തിടുമ്പം ഇവിടുന്ന് തിരിച്ച് കയറുമോ, ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് കൊടുക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെയാണ് സംഭവിക്കുക എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ധാരാളം ട്രെൻഡ് ലൈൻസ് ഒക്കെ ഇതിൻ്റെ അത് വരയ്ക്കാനുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലിൽ ഒരു ട്രെൻഡ് ലൈനാണ്, ഈ ലെവലെന്ന് വരച്ചൊക്കെ നോക്കൂ. ഈ ലെവലിൽ ഈ ഒരു സോണിൽ നമുക്ക് വേണം കുറച്ചുകൂടെ ഈ ഒരു വി വിൽ ടേക്ക് ദിസ് വൺ. ആക്ച്വലി ഇതാ കുറച്ചുകൂടെ എളുപ്പം വരയ്ക്കാനായിട്ട് ഞാൻ സാറിന് അത് ഉപയോഗിക്കാം. നോക്കൂ, ഈ ലെവലിൽ നിന്ന് സംഭവിച്ചെന്താ? ഫസ്റ്റ് ക്യാൻഡിൽ ഹിറ്റ് ചെയ്തു, സെക്കൻഡ് ഹിറ്റ് ചെയ്തു, തേർഡ് ഹിറ്റ് ചെയ്തു. ധാരാളം ക്യാൻഡിൽസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് ഈ ക്യാൻഡിൽ ജസ്റ്റ് അതിനൊന്ന് കൊച്ചു ബ്രേക്ക്ഔട്ട്സ് കൊടുത്ത് നിൽക്കുവാണെന്ന് പറയാം. അതിൻ്റെ അകത്ത് വോളിയമുണ്ട്. സോ നമ്മൾ നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ ഒരു കൊച്ചു ബ്രേക്ക്ഔട്ട്സ് കൊടുത്ത് നിൽക്കുകയാണ്, അതിൻ്റെ അകത്ത് വോളിയമുണ്ട്. അതിനുശേഷം വന്ന നെക്സ്റ്റ് ക്യാൻഡിൽ. അപ്പം അതിൻ്റെ അകത്ത് വോളിയം ഉണ്ടെന്ന് പറയാൻ കാര്യം എന്താ? ഈ ക്യാൻഡിൽ ആർ വോളിയം 260 ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആർ വോളിയം 200-നും 300-നും ഇടയ്ക്ക് വരുവാണെങ്കിൽ പ്രത്യേകം നമ്മൾ അങ്ങനത്തെ ക്യാൻഡിൽസിനെ, അങ്ങനത്തെ സ്റ്റോക്കിനെ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ നോക്കൂ. അടുത്ത ക്യാൻഡിൽ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സോൺ, ഈ ഒരു കംപ്ലീറ്റ് സോൺ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ ലെവൽ വരെ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാം. ഈ ഒരു സോണിന് റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യാം. കാരണം പല റിജക്ഷൻ ആ സോണിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ദിസ് മേ ആക്ട് എസ് എ പ്യുവർ റെസിസ്റ്റൻസ് ആക്ച്വലി. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ബ്രേക്ക്ഔട്ട് സീന് മേളിൽ പോകണം, എങ്കിൽ മാത്രമേ നമ്മുടെ ബ്രേക്ക്ഔട്ട്സ് കംപ്ലീഷൻ വരുന്നുള്ളൂ ശരിക്കും. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയതിന് ശേഷം ഇതിന് മേളിൽ ബ്രേക്ക്ഔട്ട് പോകണം. ഉണ്ടോ? ഇവിടെ വളരെ വീക്കായിട്ടുള്ള റെഡ് ക്യാൻഡിൽസും അതിൻ്റെ വോളിയം വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? ആ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു കൊച്ചു ഗ്രീൻ ക്യാൻഡിലാണ് വന്നത്. കുറച്ചുകൂടെ അടുപ്പിച്ച് വയ്ക്കാം, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. കൊച്ചു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അതിൻ്റെ വോളിയം കമ്പയർഡ് ടു പ്രീവിയസ് റെഡ് ക്യാൻഡിനെക്കാളും മേളിലാണ് വോളിയം വന്നത്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ വന്നു, ബയർ ഡോമിനൻസ് ക്യാൻഡിൽ വന്നു. അതിൻ്റെ വോളിയം വെച്ചാൽ ഫാർ ബെറ്റർ ദിസ് ക്യാൻഡിൽ. ദാറ്റ് മീൻസ് ഈ ഭാഗത്തുനിന്ന് സ്റ്റോക്ക് മേ ബി സംതിലേക്ക് തിരിയുന്നൊരു സ്റ്റോക്ക് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ പതുക്കെ മന്ദം തിരിയുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എനിവേ, നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലെവലാണ് ക്രിട്ടിക്കലായിട്ടുള്ള മെയിൻ ബ്രേക്ക്ഔട്ട് സോൺ. ഇതിനെ ത്രെഷോൾഡ് എന്ന് പറയാം, ഇതിനെ മെയിൻ ബ്രേക്ക്ഔട്ട് സോൺ എന്ന് പറയാം. നെക്സ്റ്റ് ക്യാൻഡിൽ എങ്ങനെ വന്നു നോക്കൂ നിങ്ങൾ. അടുത്ത ക്യാൻഡിൽ ഇതാണ്. ഇവിടെ ത്രെഷോൾഡ് സോണിൽ ബ്രേക്ക്ഔട്ട് കൊടുത്തിട്ട് അവിടെ തന്നെ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്തു. എന്താ പുൾ ബാക്ക് എന്ന് വിളിക്കാൻ കാര്യം? വോളിയം നോക്ക്. ഈ ത്രെഷോൾഡ് സോണിലെ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലെ പകുതി പോലും വോളിയമില്ല. ദാറ്റ് മീൻസ് സിമ്പിൾ പുൾ ബാക്കാണ്. ഞാനിതുപോലെ അടുപ്പിച്ച് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഭയങ്കര ക്യാൻഡിലായിട്ട്. അടുത്ത ക്യാൻഡിൽ നോക്കൂ. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് സംഭവിച്ചു? ആ പുൾ ബാക്ക് സോണിൽ റിജക്ഷൻ സംഭവിച്ചു. ദാറ്റ് മീൻസ് ബയർ പ്രസൻസ് വിത്ത് ഹയർ വോളിയം. ഇതിനേക്കാളും ഹയർ വോളിയത്തിൽ ഇജക്റ്റ് ചെയ്തു ശരിക്കും. ദാറ്റ് മീൻസ് പ്രീവിയസ് ആ മെയിൻ ബ്രേക്ക്ഔട്ട് സോണിലേക്ക് ക്യാൻഡിൽ പോയിട്ട് തിരിച്ച് ആ മെയിൻ ബ്രേക്ക്ഔട്ട് സോണിൽ തന്നെ കയറി ക്ലോസ് ചെയ്തു. നോക്കൂ, തന്നെ കയറി ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കൂ. അടുത്ത ക്യാൻഡിൽ ദി ബെസ്റ്റ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ. എന്താ സംഭവിച്ചത്? ഈ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലെ പ്ലസ് പോയിൻ്റ് എന്താണ്? ആർ വോളിയം 1718. എപ്പോഴും ആർ വോളിയം 300 മേളിലാണെങ്കിൽ ദാറ്റ് സീംസ് ടു ബി എ ബെസ്റ്റ് ബ്രേക്ക്ഔട്ട്. എപ്പോഴും ഗ്യാപ്പ് അപ്പ് കൊടുക്കുമ്പം എക്സലൻറ്റ് ഗ്യാപ്പ് അപ്പ് വിത്ത് ഓപ്പൺ ലോ ആണ്. അത് കൊടുത്തുകൊണ്ട് ഹ്യൂജ് ആയിട്ടുള്ള സൈൻസിലാണ് കയറി പോയത്. എത്ര പെർസെൻറ്റ് കയറി? 15.51% കയറി. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആർ വോളിയം വന്നിരിക്കുന്നത്. സ്ട്രോങ് ആർ വോളിയം ആൻഡ് സ്ട്രോങ് വോളിയം. HVQ ഹയസ്റ്റ് വോളിയം ഇൻ ദ ക്വാർട്ടർ 870%. ദാറ്റ് മീൻസ് ബയർ പ്രസൻസ്, ബയറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. ഈ ഹോൾ സോണിൻ്റെ മേളിലേക്ക് ചാടിക്കയറിപ്പോകാൻ കാര്യം എന്താ? സിമ്പിൾ കാര്യം. ഇനി പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ കെയർഫുള്ളായിട്ടാണ് പറയുന്നത്. കോൺട്രാക്ഷൻ്റെ നെക്സ്റ്റ് ലെവലാണ് പറയുന്നത്. ഈ ലെവലിൽ സ്റ്റോക്ക് താഴെ വന്ന് നിന്നപ്പോൾ ഇതാണ് മെയിൻ റെസിസ്റ്റൻസ്. സിംഗിൾ ക്യാൻഡിൽ ലെവലിൽ വന്ന വ്യത്യാസം നോക്ക്. ഈ ലെവലിൽ നിന്നും ഇതാണ് ക്ലോസിംഗ് ലെവൽ, ഇതാണ് ഈ ക്യാൻഡിൽ. ദാറ്റ് മീൻസ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ലെവലും റെസിസ്റ്റൻസ് തമ്മിൽ 5.45% വ്യത്യാസം വന്നു. ഇനി അടുത്ത ലെവൽ നോക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, 5.45% ഒറ്റച്ചാട്ടത്തിന് കയറിപ്പോകാനുള്ള സാധ്യത കുറവാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ സംഭവിച്ചേ? നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഈ റെസിസ്റ്റൻസ് നോക്കാൻ നേരത്ത് എവിടെ ക്ലോസ് ചെയ്തു? സംതിങ് അറൗണ്ട് 1.81% ക്ലോസ് ചെയ്തു. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസും ഈ ക്യാൻഡിലിൻ്റെ ക്ലോസും തമ്മിൽ ജസ്റ്റ് 1.81% വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചാട്ടത്തിന് സ്ട്രോങ് ആയിട്ടുള്ള ബയർ ഉണ്ടെങ്കിൽ ഒറ്റ ചാട്ടത്തിന് ഈ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് പോകാൻ സാധിക്കും. ആ സാധ്യതയാണ് ഇവിടെ സ്റ്റോക്ക് കാണിച്ചത്.
ഇതാണ് സിംഗിൾ ക്യാൻഡിൽ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, വോളറ്റാലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ ഓൾ സ്ട്രക്ചറിനും എടുക്കാൻ പറ്റും, ഹോൾ സിംഗിൾ ക്യാൻഡിലിൻ്റെ ബേസിലും എടുക്കാൻ പറ്റും. ഇവിടെ നമ്മളെടുത്ത എന്ത് ബേസിലാണ്? ഹോൾ സിംഗിൾ ക്യാൻഡിൽ ബേസിലാണ് എടുത്തത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ ഇവിടെ സ്ട്രക്ചറിൻ്റെ വരും. അതിനുശേഷം സിംഗിൾ ക്യാൻഡിലിൽ വോളറ്റാലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ നമ്മൾ രണ്ടാമത് ആ പാറ്റേണിൻ്റെ വ്യത്യാസം നമ്മൾ കണ്ടു. ഫസ്റ്റ് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലിൽ എത്തിയപ്പോഴേക്കും മോർ ദാൻ 5%ഓളം റെസിസ്റ്റൻസും ക്ലോസും തമ്മിൽ വ്യത്യാസം വന്നു. അത് നെക്സ്റ്റ് ക്യാൻഡിൽ കറക്റ്റ് ചെയ്തു, 2% താഴത്തേക്ക് കറക്റ്റ് ചെയ്തു. അതിനുശേഷം ആ കറക്ഷൻ ഒറ്റ ചാട്ടത്തിന് സ്റ്റോക്ക് കയറിപ്പോയി വിത്ത് ഹയർ ആർ വോളിയം, എക്സലൻ്റ് ആർ വോളിയം, 1718% ആർ വോളിയമാണ്. അതിൻ്റെ സ്റ്റോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നതും ഹ്യൂജാണ്. ഇനി ഇതുകൊണ്ട് ബ്രേക്ക്ഔട്ട് കംപ്ലീറ്റ് ആയില്ല. ബ്രേക്ക്ഔട്ട് കംപ്ലീറ്റ് ആണ് എന്ത് വേണം? ഈ ക്യാൻഡിൽ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാലേ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന ഫിനോമിനൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഏത് ക്യാൻഡിൽ നമുക്ക് കയറി നോക്കാം. നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ ബ്രേക്ക്ഔട്ട് കംപ്ലീറ്റ് ആയി. കാര്യം എന്താ? ഈ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിൻ്റെ മുകളിലാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. ഇവിടെ ഈ ക്യാൻഡിലാണ് ബ്രേക്ക്ഔട്ടിനെ കംപ്ലീറ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് ഫോളോ അപ്പ് ക്യാൻഡിലാണ് ബ്രേക്ക്ഔട്ട് കംപ്ലീഷൻ നടക്കുന്നത്. ഓരോ ബ്രേക്ക്ഔട്ട്സും ഡിഫറൻറ്റ് ടൈപ്സ് ആണ്. ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് അടുത്ത സ്റ്റോക്ക് വേറെ ലെവലിലായിരിക്കും ബ്രേക്ക്ഔട്ട് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കയറുന്ന ലെവലിൽ എക്സലൻറ്റ് വോളിയം ഉണ്ടായിരിക്കണം, അതിൻ്റെ അകത്ത് എക്സലൻറ്റ് ക്യാൻഡിൽസ് ആയിരിക്കണം. ഇറങ്ങുന്ന ലെവലിൽ എന്താ സംഭവിക്കേണ്ടത്? ക്യാൻഡിൽസും വീക്കായിരിക്കണം, വോളിയം അതിനേക്കാളിലും വീക്കായിരിക്കണം. അവിടെയൊന്നും വോളറ്റാലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ സ്ട്രക്ചറിലും ഡെവലപ്പ് ചെയ്യാം, ക്യാൻഡിലിലും ഡെവലപ്പ് ചെയ്യാൻ. ഏതാണെന്നതിൽ കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് ബ്രേക്ക്ഔട്ട്സിനെ കുറിച്ച് മുൻകൂട്ടി ധാരണ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ധാരണയുടെ പുറത്ത് വേണം നമ്മളെപ്പോഴും വർക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എല്ലാം മാറ്റിയിട്ട് നമുക്ക് വേറെ രീതിയിൽ കൂടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കൂ, സെയിം സ്റ്റോക്കാണ്. ഇത് ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ ഭാഗത്ത് നോക്കൂ. എന്താ സംഭവിച്ചാൽ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ സ്റ്റോക്ക് ഈ ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ, ദിസ് ഈസ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാണ്. ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാണ് ശരിക്കും. അപ്പോൾ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഡീസൻറ്റ് വോളിയം ഉണ്ട്. ക്യാൻഡിൽ വാസ് ക്വൈറ്റ് ഓക്കെ, 3.71% കയറിയ ക്യാൻഡിലാണ്. ഇത് ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാകുമ്പം നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്? അത് ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാകുമ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ക്യാൻഡിൽ എന്തായിട്ട് മാറും? അത് പുൾ ബാക്ക് ക്യാൻഡിലായിട്ട് മാറും. ദിസ് വിൽ ബിക്കം എ പുൾ ബാക്ക് ക്യാൻഡിൽ. ആ പുൾ ബാക്ക് ക്യാൻഡിൽ വോളിയം ഉണ്ടോ? വോളിയം ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ വോളിയത്തിൻ്റെ പകുതി പോലും വോളിയമില്ല. അപ്പോൾ പക്ക പുൾ ബാക്ക് ക്യാൻഡിലായിട്ട് മാറി. ആ ക്യാൻഡിൽ എവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്? ആ ക്യാൻഡിൽ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നെക്സ്റ്റ് ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ എന്താണ് വർക്ക് ചെയ്തിരിക്കുന്നത്? ആ ക്യാൻഡിൽ എന്ന് പറയുന്നത് റിജക്ഷൻ ക്യാൻഡിലാണ്. ട്രെൻഡ് ലൈനിൽ പുൾ ബാക്കിന് ശേഷം റിജക്ഷൻ സംഭവിച്ചു, ബ്യൂട്ടിഫുൾ റിജക്ഷനാണ് സംഭവിച്ചത്. ഈ റിജക്ഷൻ എന്തിനാണ് കാണിക്കുന്നത്? നമ്മളിവിടെ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കുവാണ് എങ്കിൽ നമ്മളിവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്കൊന്ന് വരച്ചിടാം. ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് നമ്മൾ വരച്ചിട്ടെന്ന് വയ്ക്കാം. ഇത് റെസിസ്റ്റൻസ് ആണ്, നമ്മൾ വരച്ചിട്ടു. നമ്മളെന്താ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഫസ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ റെസിസ്റ്റൻസ് ഹീറ്റ് ചെയ്തു, സെക്കൻഡ് ക്യാൻഡിൽ പുൾ ബാക്ക് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ റെസിസ്റ്റൻസിനോട് ചേർന്ന് വന്നു. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസും മൂന്നാമത് വന്ന ഫോളോ അപ്പ് ക്യാൻഡിൽ, മൂന്നാമത് വന്ന ക്യാൻഡിൽ റെസിസ്റ്റൻസും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിൽ മൈന്യൂട്ട് ഡിഫറൻസ് ഉള്ളൂ. ദാറ്റ് മീൻസ് ഒന്ന് പുഷ് ചെയ്ത് വിട്ടാൽ സ്റ്റോക്കിന് ബ്രേക്ക്ഔട്ട് കൊടുക്കാൻ സാധിക്കും. ഈ ലെവലിൽ ഒന്ന് പുഷ് ചെയ്ത് സ്റ്റോക്കിന് ബ്രേക്ക്ഔട്ട് കൊടുക്കാൻ സാധിക്കും. അത് തന്നെ നമുക്കൊരു 4 hours നോക്കാം. ഇതാണ് 4 hours ക്യാൻഡിൽ. ഇതാണ് 4 hours ക്യാൻഡിൽ. നോക്കൂ, ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ, സിമ്പിൾ പുൾ ബാക്ക് ക്യാൻഡിൽ, അതിനുശേഷം വന്ന തിരിവ്, നേരത്തെ കാണിച്ച തിരിവാണ് ഈ കാണിച്ചിരിക്കുന്നത്. തിരിഞ്ഞു, അതിനുശേഷം എന്താ സംഭവിച്ച? ക്യാൻഡിലിൻ്റെ പകുതിയുടെ ജസ്റ്റ് മേളിൽ ക്ലോസ് ചെയ്തു, പകുതിയുടെ മേളിൽ ക്ലോസ് ചെയ്തു. ഇതാണ് പകുതിയുടെ മേളിൽ ക്ലോസ് ചെയ്തത്. ശരിക്കും കുറച്ചുകൂടി അടുപ്പിച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ക്യാൻഡിൽ ഹാഫിൻ്റെ മേളിലാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹാഫിന് മേളിൽ ക്ലോസ്, ജസ്റ്റ് ക്ലോസിംഗ് ആണ് നടന്നത്. ഹാഫിന് മേളിൽ ക്ലോസ് ചെയ്താൽ വീണ്ടും എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ബെയറിഷ് ക്യാൻഡിൽ പകുതിയുടെ മേളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ബുള്ളിഷ് പിയേസിംഗ് എന്ന് പറയും. സീംസ് ടു ബി ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് 4 hours ആണ് ഞാൻ പറയുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ ഒരു ക്യാൻഡിലിൽ എന്ത് സംഭവിച്ചു? ക്യാൻഡിൽ റെസിസ്റ്റൻസിനോട് ചേർന്ന് വന്ന മാത്രമല്ല, ആ ക്യാൻഡിൽ ഇൻസൈഡ് ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്തു. ഇറ്റ് ബിക്കം ആൻ ഇൻസൈഡ് ക്യാൻഡിൽ. ആക്ച്വലി പവർഫുൾ ആണ്. ഇൻസൈഡ് ക്യാൻഡിൽ ഈസ് എ പവർഫുൾ കോമ്പിനേഷൻ ആണ്. നാച്ചുറലി ഇൻസൈഡ് ക്യാൻഡിലൊക്കെ ഒരു പുഷ് കൊടുത്താൽ അത് ബ്രേക്ക്ഔട്ട് നടത്തിയാൽ നല്ല ബ്രേക്ക്ഔട്ട് കൊടുക്കണം നോർമൽ കേസിൽ. ആ ബ്രേക്ക്ഔട്ടാണ് ഈ കണ്ടത്. പഴയ ചാർട്ടാണ്, നേരത്തെ കാണിച്ച അതേ ചാർട്ട് തന്നെയാണ്, നവംബറിലെ ചാർട്ടാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ. ഫ്രണ്ട്സ്, താങ്കൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഇത് ലേണിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് താങ്കൾ തീർച്ചയായും എടുക്കേണ്ട ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ പുറത്ത് എന്തെല്ലാം ഇൻപുട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടോ തീർച്ചയായും ആ ഇൻപുട്സ് താങ്കൾ പല സ്റ്റോക്കുകളിൽ ചെയ്ത് താങ്കൾ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം. സൈനിങ് ഓഫ്.